എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ നമ്മൾ വളരെയധികം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇൻവേർട്ടർ ഇല്ലാണ്ട് ഷോക്ക് അടിക്കാത്ത ഒരു സോളാർ സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ 50 വാട്ടിൻ്റെ 3 പാനൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒരു പാനൽ മാത്രമേ സെറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ. 50 വാട്ട്സിൻ്റെ 3 പാനൽ ഉപയോഗിച്ചിട്ട് നമ്മൾ 150 വാട്ട്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ എല്ലാ പാനലിൻ്റെയും പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടി ഒറ്റ കേബിളിലേക്കും നെഗറ്റീവ് എല്ലാം കൂടെ കൂട്ടി ഒറ്റ കേബിളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ വീടിൻ്റെ അകത്ത് ചാർജ് കൺട്രോളറിലേക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാനലിനെ കുറിച്ചുള്ള വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കാണാം. എന്തായാലും 50 വാട്ടിൻ്റെ 3 പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് വഴി നമ്മുടെ വീടിൻ്റെ പുറത്തെ ലൈറ്റ് ഫുള്ളുണ്ട്. അതുമണം വീടിൻ്റെ അകത്ത് അടുക്കള ലൈറ്റ്, പിന്നെ നമ്മുടെ റൂമിൽ ഒരു കാർ ചാർജർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആംപ്ലിഫയർ 12 വാട്ടിൽ വർക്ക് ചെയ്യുന്ന ഇതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പക്കയായിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുള്ള വയറൊക്കെ ചുമ്മാ അടിച്ചിട്ടേക്കാണ്. കുറച്ചുകൂടെ പരീക്ഷണങ്ങൾ ബാക്കിയുണ്ട്. അതിനുശേഷം നമ്മൾ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ഫുൾ ഡീറ്റെയിൽസ് വെച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് നാളായി ഈ സംഭവം സെറ്റ് ചെയ്തിട്ട് അന്ന് മുതൽ നമുക്ക് കുറേ പണികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്താണ് നമ്മൾക്ക് കിട്ടിയ പണികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നിങ്ങളിപ്പോൾ ഇൻവേർട്ടർ ഇല്ലാണ്ട് DC സോളാർ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പൈസ നഷ്ടമാകും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. നമ്മൾ ഇപ്പോൾ ഒരു 2.5ൻ്റെ വയറെങ്കിലും മിനിമം ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ വോൾട്ടേജും ആംബിയറൊന്നും കറക്റ്റായിട്ട് ലഭിക്കില്ല. അത് നമ്മൾ സോൾഡർ ചെയ്തിട്ടൊക്കെ പക്കയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മിനിമം ഒരു 2.5ൻ്റെ വയറെങ്കിലും കൊടുക്കാൻ നോക്കുക. ഞാൻ ഇതിനു മുമ്പ് അതിലും ചെറിയ വയറാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് എഫിഷ്യൻസി കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ 2.5ൻ്റെ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5ൻ്റെ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചാർജ് കൺട്രോൾ വരെ കൊണ്ടുപോയി കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിതിപ്പോൾ ടേപ്പും കാര്യങ്ങളൊന്നും ഒട്ടിച്ചിട്ടൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ 2.5നേക്കാളും വലിപ്പം കൂടിയ വയറൊന്ന് കൂടെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1.5ൻ്റെ വയറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ആംബിയറും വോൾട്ടേജൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് 7 ആംബിയറിന് മുകളിൽ ലഭിക്കുന്നുണ്ട്. വെയിലുള്ള സമയത്ത് 7 ആംബിയറിന് മുകളിൽ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു ഉച്ച ടൈമൊക്കെ ആകത്തേക്കും ബാറ്ററി ഫുൾ ചാർജ് ആകുന്നുണ്ട്. നമ്മൾ 26Hൻ്റെ 2 ബാറ്ററിയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഒറ്റ ബാറ്ററി ഉള്ളതാണ്. ഇപ്പോൾ 2 ബാറ്ററി ഉണ്ട് 26Hൻ്റെ. നമുക്ക് രാത്രി ഫുൾ ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയർ വീടിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ ചാർജ് കൺട്രോളിലേക്ക് കൊടുത്തേക്കാണ്. ഒരു 15 മീറ്റർ നീളമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന സോളാർ പാനലിൽ നിന്ന് ചാർജ് കൺട്രോളിലേക്ക് വരെ 15 മീറ്റർ നീളമുണ്ട്. നമ്മൾ ബാറ്ററിയിലേക്ക് അതുപോലെ ലോഡൊക്കെ എടുക്കുന്നത് ചാർജ് കൺട്രോളിൽ നിന്നാണ്. ഈ ചാർജ് കൺട്രോളിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ താമസിക്കാണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ ഫുൾ ചാർജാണ് നമ്മുടെ ചാർജ് കൺട്രോളിൽ. നട്ടുച്ചയ്ക്ക് 12 മണിയാണ് ഇപ്പോൾ ടൈം. ചാർജ് കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ആ ചാർജ് കൺട്രോളിൽ പാനലിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അവിടെ പാനലിൽ നിന്നുള്ള പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. ബാറ്ററിയുടെ പടത്തിൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക. ചാർജ് കൺട്രോളിൻ്റെ അതിനകത്ത് ഔട്ടുണ്ട്, DC ഔട്ട്. അവിടെ ഒരു ലൈറ്റിൻ്റെ പടമായിരിക്കും. അവിടെ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ലോഡ് എടുക്കുക. ഇപ്പോൾ നമ്മൾ രാത്രി ഒരു 12 മണി ആവാറായി. 12:45 ഈ സമയത്ത് നമ്മുടെ ബാറ്ററിയിൽ ഒരു 12.4 12.2 വോൾട്ട് ഡെയിലി നിൽക്കുന്നുണ്ട്. അത്രയും ചാർജാണ് നമുക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളൂ. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 18 വാട്ടിൻ്റെ ഒരു ലൈറ്റും 12 വാട്ടിൻ്റെ 2 ലൈറ്റും പിന്നെ 9 വോൾട്ടിൻ്റെ ഒരു ലൈറ്റും പിന്നെ ഒരു കാർ ചാർജർ പിന്നെ ഒരു ആംപ്ലിഫയർ. ഇത്ര സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
18 വാട്ടിൻ്റെ നല്ല പക്ക വാട്ടാണ്. അത് നമ്മുടെ അടുക്കളയിൽ ഫുൾ ടൈം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ ഒരു KCB എന്നുള്ള ലൈൻ്റെ യാതൊരു ആവശ്യവുമില്ല. പിന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിൽ വേറെ റൂമിലൊന്നും ഇപ്പോൾ ലൈറ്റ് കൊടുത്തിട്ടില്ല. ആ ലൈറ്റ് കൊടുക്കാനുള്ള ബാക്കപ്പും ബാറ്ററിക്കും ഉണ്ട്. പക്ഷേ നിലവിൽ നമ്മൾ കൊടുത്തിട്ടില്ല. താമസിക്കാണ്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് അടുക്കളയുടെ അവിടെയുള്ള ഒരു ലൈറ്റാണ്. ഇതൊരു 12 വാട്ടിൻ്റെ ലൈറ്റാണ്. ഇത് നല്ല ലൈറ്റാണ്, നല്ലൊരു വെട്ടമുണ്ട്. ഈ ലൈറ്റൊക്കെ നമ്മൾ തന്നെ മേക്ക് ചെയ്താണ്. ഇതിൻ്റെ ബോർഡൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ DC ലോഡ് കൊടുക്കുമ്പോൾ നമ്മൾ പല വീഡിയോയിലും നമുക്ക് യൂട്യൂബിൽ കാണാം നമ്മുടെ സ്പീക്കർ വയർ കൊടുത്താൽ മതി, സ്പീക്കർ വയർ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പീക്കർ വയർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരുവിധ ഗുണവും നമുക്കില്ല. അവിടെ നമുക്ക് ലൈറ്റിന് തീരെ വെട്ടം കുറവായിരിക്കും. നമ്മൾ മാക്സിമം ഗേജുള്ള വയർ കൊടുക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഞാൻ അവിടെ ദൂരം കൂടുതലടുത്ത് പഴയ നമ്മുടെ സർവീസ് വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാർക്കട മുകളിൽ അങ്ങ് ഒരു 15 മീറ്റർ 20 മീറ്ററൊക്കെ ദൂരം പോയിട്ടുണ്ട്. അവിടെ വരെ നമ്മൾ പഴയ സർവീസ് വയർ കെട്ടിയത് ജോയിൻ്റൊക്കെ അടിച്ച് അങ്ങനെയുള്ള വയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ചെറിയൊരു ലോസാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനും. അതിനാണ് നമ്മൾ സ്പീക്കർ വയർ ഇതിനു മുമ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തീരെ ലൈറ്റ് കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിലാണെങ്കിൽ ഒരു നീല ഒരു LED സ്റ്റിപ്പർ വെച്ചിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എന്തായാലും ഈ കാണുന്നതാണ് നീല LED സ്റ്റിപ്പർ. ഇത് നമ്മൾ സ്പീക്കർ വയർ ലാസ്റ്റ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ലൈറ്റ് കൊടുക്കുമ്പോൾ സ്പീക്കർ വയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരെ വെട്ടം കുറവായിരിക്കും. വെറുതെ നമ്മൾ സ്പീക്കർ വയർ പഠിച്ചിട്ട് പൈസ നഷ്ടമാക്കണ്ട. ഗേജുള്ള DC വയറോ AC വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. 26H ബാറ്ററി ആണെങ്കിലും 18H ബാറ്ററി ആണെങ്കിലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കൊടുത്തേക്കണ ഈ ലോഡ് നമുക്ക് രാത്രി ഫുൾ ടൈം കത്തിക്കാനുള്ള ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം ലോഡാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ബാക്കപ്പ് കുറച്ചധികം കൂടുതലാണ്. നേരത്തെ ഇത്ര ബാക്കപ്പ് ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന വയറൊക്കെ നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമുക്ക് ചെയ്തതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളും, നമ്മൾ സോളാറിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, നമ്മളിങ്ങനെ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് പഠിച്ചാണ്. അപ്പം നമുക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഇത് നീറ്റായിട്ട് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ പറയും. ഇപ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലായത് നമ്മൾ പാനൽ വെക്കുന്നതോറും നമുക്ക് മാക്സിമം ഗേജുള്ള വയർ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ DC ലോഡ് കൊടുക്കാനാണെങ്കിലും ഗേജുള്ള വയർ ഉപയോഗിക്കണം. പാനലിൽ നിന്ന് എടുത്തിട്ട് ബാറ്ററി കൊടുക്കാനും ഗേജുള്ള വയർ ഉപയോഗിക്കണം. നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ട് കുറച്ച് ഫാനൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു സീലിംഗ് ഫാനൊക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലോഡും കാര്യങ്ങളും കൊടുത്തിട്ട് ബാക്കപ്പും കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുവരെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്.